UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു അതിജീവനം ഇതിൽ സാധ്യമാകണം. ഇതിൽ അതിജീവനം സാധ്യമായില്ലെങ്കിൽ പിന്നെ അവർക്ക് പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന ബീഹാറിലും ഒക്കെ ഒരുപക്ഷെ ഇപ്പൊ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും ഒരു എന്താ പറയുക പ്രതീക്ഷിക്കാനൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ കേരളത്തിലും വരും. കേരളത്തിൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് UDF-നുണ്ട്. കാരണം വെച്ചാൽ അതിപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയായി നിന്നതുകൊണ്ട് അവർക്കൊരു വേറെ ഓപ്ഷൻ ഇല്ല. കാരണം CPM-ലേക്കും BJP-യിലേക്കും ഒന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത്രയേറെ ഒരു താല്പര്യം ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അവരിൽ കുറേ പേര് എങ്ങനെ വന്നാലും കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം ആ പാർട്ടിക്കുണ്ട്. അപ്പോഴും ഈ ഭരണം ലഭിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ ഈ അപ്പാരറ്റസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, എല്ലാ ഘടകങ്ങളും നിർജ്ജീവമാവും, സ്റ്റാഗ്നേറ്റഡ് ആവും. പിന്നെ അവർക്കൊരു അതിജീവനത്തിന്റെ സാധ്യതയില്ല. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും വരും കാലത്തേക്കുള്ള അതിജീവനത്തിന്റെ യഥാർത്ഥ ഒരു സത്ത അടങ്ങിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ അവർക്ക് CPM-നും ഇടതുമുന്നണിക്കും അവർക്ക് വിജയിച്ചേ മതിയാകും എന്ന് പറയുന്നത് 10 വർഷമായി അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവരുടെക്കുള്ളിലെ ആ ഒരു രാഷ്ട്രീയ ശൂന്യത അവർ തിരിച്ചറിയുന്നുണ്ട്. പിണറായി എന്നുള്ള ബിംബത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ആണ് അവർ പോകുന്നതെന്നും ബാക്കിയുള്ളതെല്ലാം വെറും പൊള്ളയായ ആളുകളാണെന്ന് രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഇല്ലയെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതിനെ മറച്ചു വയ്ക്കുന്നത് പിണറായി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ടവറിങ് പേഴ്സണാലിറ്റിയെ മാത്രമാണ്. അദ്ദേഹം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ മുഴുവൻ ശൂന്യതയായിരിക്കുന്നു CPM-ന് വളരെ നന്നായി അറിയാം.